മാത്തമാറ്റിക്സ് ട്യൂഷൻ നമുക്കിന്ന് സർക്കിൾസ് നോക്കാം. സർക്കിൾ ഫസ്റ്റ് റിസൾട്ട്, ദിസ് ഈസ് ആൻ ആർക്ക്. ആർക്ക് എ ബി, ഈ ചെറിയ ആർക്ക്, സ്മോൾ ആർക്ക്. അപ്പം ഈ ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ, ഈ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ആംഗിൾ മേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ആർക്കിൻ്റെ എൻ പോയിൻ്റ് നമ്മൾ ആ പോയിൻറ്റിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അത് സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്യുക എൻ പോയിൻ്റ്. ഇവിടെ എത്രയാണ് വരുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത്. എ പി ബി ഉണ്ട്, ഇതിനകത്ത് നിൽക്കുന്ന ആർക്കാണിത്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആർക്കിൻ്റെ എൻ പോയിൻ്റ് നേരെ സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടും, അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത്. ഇപ്പോൾ ഇവിടെ 2x ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എത്ര, എക്സ്. ഇത് 100 ആണെങ്കിലോ ഇത് 50. അതേപോലെ ഇവിടെ വരാം ക്യൂ. ഇത് എന്തായിരിക്കും, എക്സ്. എ ക്യൂ ബി അല്ലെങ്കിലോ എ പി ബി എക്സ് ഡിഗ്രി. കാരണം ഇവിടെ മിഡിൽ ലെറ്റർ മാത്രമേ മാറിയിട്ടുള്ളൂ, ഈ എൻ പോയിൻ്റ് സെയിം ആണ്. സെക്കൻഡ് റിസൾട്ട്, എ ബി സി ഡി. ഇവിടെ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് എന്തായിരിക്കും, ഇത് 2x ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇവിടെയാണ് വരുന്നത്, എ ഡി സി ഉണ്ടോ. എ ഡി സിക്കകത്ത് നിൽക്കുന്ന ആർക്കാണിത്, അതിൻ്റെ സെൻട്രൽ ആംഗിളാണ് 2x. ഇവിടെ 2y ആണെങ്കിലോ ഇതായിരിക്കും y. പിന്നെ ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് ഓൾവേസ് 180 ഡിഗ്രി. എക്സ് പ്ലസ് ദിസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നിങ്ങൾക്ക് ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി. ദിസ് ആർക്ക് എ ബി സി, നമുക്കൊരു പേര് കൊടുക്കാം. ദിസ് ആർക്ക് എ സി, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദിസ് ആർക്ക് എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ 40 ആണ് കേട്ടോ. ഈ ആർക്ക് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും, ഇവിടെ 40 ആണ്. അപ്പോൾ 40യുടെ ഡബിൾ എത്ര വരും, 80. ആർക്ക് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം, പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദിസ് ആർക്ക് എന്ന് ചോദിച്ചാൽ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് അല്ലെ ഫ്രാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഈ സെൻട്രൽ ആംഗിളിനെ നമ്മൾ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 360 എടുക്കാൻ കാരണം എന്താ, ഫുൾ സർക്കിൾ. അപ്പം ഏത് ആർക്ക് ഒരു സർക്കിളിൻ്റെ എത്ര ഫ്രാക്ഷനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂമറേറ്റർ എന്ത് എഴുതണം, ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എഴുതുക. ഡിനോമിനേറ്ററിൽ ഫുൾ സർക്കിൾ 360 ഡിഗ്രി. 0 ക്യാൻസൽ, 2/9. നിങ്ങൾക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എ റോഡ്. ദിസ് ആർക്ക് ലെങ്ത് ഈസ് 1/10 ഓഫ്. സെക്കൻഡ് കേസിൽ ഇതിനെ നമ്മൾ നേരെ ഇങ്ങനെ വയ്ക്കുന്നു, സെൻറ്ററിൽ നിന്ന് മാറ്റി ഈ പോയിൻ്റ്
എവിടെ വയ്ക്കുന്നു? സർക്കിൾ. എങ്കിൽ ഈ അപ്പോഴുള്ള ഈ ആർക്ക് ലെങ്ത്, ഈ ആർക്ക് സർക്കിളിൻ്റെ എത്ര പാർട്ടാണ്? നമുക്കിവിടെ ഒരു പേര് കൊടുത്താൽ എളുപ്പം. AOB. നമുക്ക് ഫസ്റ്റ് കേസിൽ AOB എങ്ങനെ കാണാം? 1/10 ഇൻറ്റു 360 ഡിഗ്രി, ദാറ്റ് ഈസ് 36 ഡിഗ്രി. ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ? ഇതിനെ ഇങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ 36 വന്നാൽ നമുക്കറിയാം AOB എത്ര വരും? 36 ഇൻറ്റു 2, ഇതിൻ്റെ ഡബിള്. ഈ ആർക്ക് എത്ര വരും? പാർട്ട് ഓഫ് ദ സർക്കിൾ ഇൻ ദ സെക്കൻഡ് കേസ്, പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 360. 72 വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ആൻസർ 1/5. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. സെമി എന്ന് പറഞ്ഞാൽ അറിയാലോ, പകുതി, സർക്കിളിൻ്റെ പകുതി. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി. നമുക്കറിയാം ഒരു ഡയമീറ്റർ എപ്പോഴും എന്തായിരിക്കും? സർക്കിളിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ദിസ് ഈസ് 1 സെമി സർക്കിൾ, ദിസ് ഈസ് 1 സെമി സർക്കിൾ. ഇപ്പം നമ്മളിവിടെ ഒരു പോയിൻ്റ് കൊടുക്കുകയാണ് ചെയ്യാം. ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് നേരെ നമ്മൾ എവിടെ ജോയിൻ ചെയ്യുന്നു? ഈ പോയിൻറ്റിലോട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു ആംഗിൾ കിട്ടും, AMB. ഇനി അതല്ല നമ്മളിവിടെയാണ് ഒരു പോയിൻ്റ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ Q, AQB. ഈ രണ്ട് ആംഗിളിനും ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, AMB, അതിൽ എയും ബിയും എന്താ? ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റാണ് അല്ലേ? ആംഗിളിൻ്റെ എൻ പോയിൻ്റ് അത് തന്നെയാണ്. അപ്പോൾ ആ മിഡിൽ ലെറ്റർ എവിടെ വരണം? ഈ സെമി സർക്കിളിൽ വരണം. AQB കണ്ടോ? അങ്ങനെ വന്നാൽ മാത്രമേ അത് ആംഗിളിനെ സെമി സർക്കിൾ ആകത്തുള്ളൂ. ആ ആംഗിളിൻ്റെ എൻ പോയിൻ്റ് ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് ആയിരിക്കണം. മിഡിൽ വെർട്ടെക്സ് ഈ സെമി സർക്കിളിലായിരിക്കണം. എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി. കാരണം ഇവിടെ സ്ട്രെയിറ്റ് ആംഗിൾ എത്രയാണ്? 180. അതിൻ്റെ ഹാഫാണ് 90. അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. വേറെ ഒരു ക്വസ്റ്റ്യൻ. This angle is 40 degree. This angle is 30 degree. Find all angles of triangle AOB and ACB. നമുക്ക് ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ OC, OCB. ഈ ട്രയാങ്കിളിൽ രണ്ട് സൈഡ് ഏതൊക്കെയാണ്? OBയും OCയും അല്ലേ? OB OCയും സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് എപ്പോഴും ഈക്വലാണ്. OB ഈസ് ഈക്വൽ ടു OC. ദെയർഫോർ OCയുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കുക. OCയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? ഇത്. OBയുടെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ. ആംഗിൾ OBയുടെ ഓപ്പോസിറ്റ് ആംഗിൾ OCB. OCയുടെ ഓപ്പോസിറ്റ് OBC. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. സിമിലർലി ഇവിടെ നോക്കി, OA ഈസ് ഈക്വൽ ടു OC. Therefore, angle OCA, that is also 30 degree. OCA ഏതിനോട് ഈക്വൽ ആകും? OAC യോട് ഈക്വൽ ആകും. ദിസ് ഈസ് ഓൾസോ 30. നമുക്ക് ട്രയാങ്കിൾ ACBയിൽ C ഫുൾ കിട്ടി.
അല്ലേ? 30 + 40 70. 70യുടെ ഡബിളാണ് ഇവിടെ വരുന്ന ആംഗിൾ. Therefore ആംഗിൾ AOB 70 × 2 140. ഈ ട്രയാങ്കിൾ നോക്കി. OA is equal to OB, radii of the same circle. OA is equal to OB. Therefore, angle OAB that is equal to OBA. That is equal to 180 minus 140. നമുക്കൊരു ട്രയാങ്കിളിൽ ഈക്വലായിട്ടുള്ള 2 ആംഗിൾ തന്നിട്ടില്ല, തേർഡ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈക്വലായിട്ടുള്ള തുല്യമായിട്ടുള്ള ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഇത് മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. 180 minus 140, that is 40 divided by 2. So this is equal to 20, this is equal to 20. നമുക്ക് ട്രയാങ്കിൾ ABC ആംഗിൾസ് ഏതൊക്കെ വരും? 70 ഡിഗ്രി, 30 + 20, 50 ഡിഗ്രി, 60 ഡിഗ്രി. ട്രയാങ്കിൾ AOB 20, 20, 140. നിങ്ങൾക്കൊരു ക്ലോക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അത് നോക്ക്. ഇവിടെ ഫസ്റ്റ് ഫിഗർ തന്നിരിക്കുന്നത് 1, 4, 8. ഈ ട്രയാങ്കിളിലുള്ള ആംഗിൾസ് എല്ലാം എഴുതുക. ആദ്യം നമുക്ക് ഈ അവർ ഹാൻഡിനെ കുറിച്ച്, മണിക്കൂർ സൂചി അല്ലേ? ഇപ്പം നമുക്കറിയാം ഈ 12 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 12 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 12-ലെത്തുമ്പം അവർ ഹാൻഡ്, മണിക്കൂർ സൂചി, അവർ ഹാൻഡ് എത്ര മണിക്കൂറാണ് മൂവ് ചെയ്യുന്നത്? എത്ര മണിക്കൂർ പോകും? 12 മണിക്കൂർ അല്ലേ? 12 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഈ 12 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഫുൾ സർക്കിൾ അപ്പോൾ എത്ര ഡിഗ്രിയാണ് എടുക്കുന്നത്? ആംഗിൾ ടേൺഡ് ബൈ അവർ ഹാൻഡ് ഇൻ 12 അവേഴ്സ്. 12 അവേഴ്സിൽ 360 ഡിഗ്രി അല്ലേ? അപ്പോൾ 1 അവറിൽ എത്ര മൂവ് ചെയ്യും? 360/12 30 ഡിഗ്രി. അപ്പോൾ 1 അവറിൽ അവർ ഹാൻഡ് എത്ര മിനിറ്റാണ് മൂവ് ചെയ്യുന്നത്? 30 ഡിഗ്രി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നോക്കി ഇവിടുന്ന് 1, 2, 3 എങ്കിൽ 4 - 1 3 അവേഴ്സ് മൂവ് ചെയ്തു. അപ്പോൾ ഇതിൽ സെൻറ്ററിൽ എത്ര ആംഗിൾ ഇതാകും? ആർക്ക് 3 × 30 90 ഡിഗ്രി. ഇനി ഓക്കെ 8 - 4 4 4 × 30 120. ഈ 120 ഡിഗ്രി ഇവിടെ മേക്ക് ചെയ്യും സെൻറ്ററിൽ. ഇനി 1, 2, 3, 4, 5 ഇവിടെ 12 വേണം. 12 + 1 13 എടുത്താൽ 13 - 8 5 5 × 30 150 ഡിഗ്രി. നമുക്കിതിലൊരു തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കാം, ABC. ആംഗിൾ A എത്ര വരും? A എന്ന് പറയുന്നത് ഏതിൻ്റെ ഹാഫായിരിക്കും? 120/2. B ഏതിൻ്റെ ഹാഫായിരിക്കും? B എന്ന് പറയുന്നത് ABC. അതിനകത്ത് നിൽക്കുന്ന ആർക്ക് ഇത്, എൻ്റെ സെൻട്രൽ ആംഗിൾ ഇത്, അതിൻ്റെ ഹാഫ് ഇത്. സോ ആംഗിൾ B is equal to 45 ഡിഗ്രി. ആംഗിൾ C ഏതിൻ്റെ ഹാഫായിരിക്കും? 150യുടെ ഹാഫ് 75. നമുക്ക് ഇതേ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് കിട്ടുന്നത് ഹൗ മെനി ഇക്വലാറ്റർ ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാം.
തൽക്കാലം ഇതിനകത്തുള്ള ഇതൊന്ന് മാറ്റുക. നമുക്ക് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം സെൻറ്ററിൽ എത്ര വരണം? 120. അവിടെ 120 വന്നാലേ അതിൻ്റെ ഹാഫ് 60 വരും. ഇവിടെ സെൻറ്ററിൽ 120 വരണമെങ്കിലോ എത്ര അവർ മൂവ് ചെയ്യണം? 4 × 30 120. ഇപ്പോൾ 4 അവേഴ്സ് മൂവ് ചെയ്യണം. ഇപ്പോൾ 1 നമ്മൾ എടുക്കുന്നു. 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ വരും. നമുക്ക് നോക്കാം ഏതൊക്കെ പോയിൻ്റ് ജോയിൻ ചെയ്താലാണ്. 1 + 4 5 5 + 4 9 1 പിന്നെ 1 + 4 5 5 + 4 9 ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആംഗിളായി? 5 - 1 4 4 × 30 120. അതിൻ്റെ ഹാഫ് 60 വരും. അതേപോലെ 5 9 അവിടെ 4 120 സെൻട്രൽ ആംഗിൾ 120 വരും 60. പിന്നെ 9 1 1 2 3 4 എല്ലാം 120 വരും. ഇനി നമുക്ക് ഇവിടുന്ന് ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. 2 6 10 കാരണം ഇതിൻ്റെ ഡിഫറൻസ് 4 ആയിരിക്കണം. 3 7 11 4 8 12. നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും? 4 ഇക്വലാറ്റർ ട്രയാങ്കിൾസ്. പോയിൻറ്റ്സ് ജോയിനിങ് 1 5 9 സെക്കൻഡ് ട്രയാങ്കിൾ 2 6 10 3 7 11 4 8 12. How many equilateral triangles? 4 equilateral triangles. Okay. 4 equilateral triangles we get joining 1 5 9 second 2 6 10 3 7 11. നിങ്ങൾക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 + 1 2 5 + 1 6 അങ്ങനെ എഴുതിയാൽ മതി. ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് ഉണ്ടോ? 4 ആണ്. 3 7 11 4 8 12. ഇനി നമ്മൾ ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ 5 9 അത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 4 ഇക്വലാറ്റർ ട്രയാങ്കിൾസ്. നമുക്ക് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലിടാം. 18-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും താങ്ക്സ്.